Okay, my dear students, ഇന്നലെ നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് പഠിച്ചു. അതിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ റിസർച്ച് അക്കോർഡിംഗ് ടു ദ പ്ലേസ് വേർ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട്. അതായത് എവിടെയാണോ നമ്മൾ റിസർച്ച് നടത്തുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: ഫീൽഡ്, ലബോറട്ടറി സ്റ്റഡീസ് ആൻഡ് ലൈബ്രറി സ്റ്റഡീസ്. അതായത് ഫീൽഡ് സ്റ്റഡീസ് ആർ എക്സ്പെരിമെന്റ്സ് അണ്ടർടേക്കൺ ഇൻ ദ ഫീൽഡ് കണ്ടക്ടഡ് ഇൻ കൺട്രോൾഡ് സെറ്റിംഗ് ആസ് എ സിറ്റുവേഷൻ പെർമിറ്റ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് നമ്മുടെ സിറ്റുവേഷൻ അനുവദിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഏത് ഏരിയയിൽ പോയി സെലക്ട് ചെയ്യുന്നു, ആ പെർട്ടിക്കുലർ ഫീൽഡ് ഏതാണ്, അതിൽ നമ്മൾ പോയി സെർച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീൽഡ് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തത് ലബോറട്ടറി റിസർച്ച് ആണ്. ലബോറട്ടറി എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എക്സ്പെരിമെന്റ്സിന്റെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെ? അപ്പോൾ laboratory studies are laboratory experiments conducted in a controlled setting as much as possible. അതായത് നമുക്ക് ഓരോ പെർട്ടിക്കുലർ റീസൺ അല്ലെങ്കിൽ റിസർച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ്സിലൂടെ നമുക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം എന്നത് നമ്മൾ എക്സ്പെരിമെന്റ്സിലൂടെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ടെസ്റ്റ്, എന്ത് ടെസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ നടത്തുന്നത്, നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ തിയറി മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ അതിന്റെ എക്സ്പെരിമെന്റിലൂടെയാണ് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നന്നാവുക. അതുപോലെ മൂന്നാമത്തെ കാര്യം ലൈബ്രറി സ്റ്റഡിയാണ്. ലൈബ്രറിയിൽ നമുക്ക് എന്താ കിട്ടുന്നത്? എല്ലാത്തിൻ്റെയും ഡോക്യുമെന്ററി എവിഡൻസസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്യുവർലി ഡോക്യുമെന്ററി റിസർച്ച് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫീൽഡ് സ്റ്റഡി ആൻഡ് ലബോറട്ടറി സ്റ്റഡി ഈസ് എ മാറ്റർ ഓഫ് ഡിഗ്രി. നമ്മൾ ഫീൽഡ് സ്റ്റഡിയുടെയും ലബോറട്ടറി സ്റ്റഡിയുടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വസ്തുതകളുടെ വ്യത്യാസമാണ്. ദ ലബോറട്ടറി റിസർച്ച് ഹാസ് മാക്സിമം കൺട്രോൾ വെറസ് ഫീൽഡ് സ്റ്റഡി മസ്റ്റ് ബി കണ്ടക്ടഡ് വിത്ത് ലെസ് കൺട്രോൾ. നമ്മൾ ലബോറട്ടറി റിസർച്ച് ഹാസ് മാക്സിമം കൺട്രോൾ, അതായത് നമുക്ക് മനസ്സിലാകുന്ന, നമ്മുടെ കൺട്രോളബിൾ ആണ് ലബോറട്ടറി റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു: ഫീൽഡ്, ലബോറട്ടറി, ലൈബ്രറി. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ദ റിസർച്ച് മെത്തേഡ് യൂസ്ഡ്. നമ്മൾ ഉപയോഗിച്ച റിസർച്ച് മെത്തേഡ്സിന്റെ ബേസിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 6 തരംതിരിക്കുന്നുണ്ട്: സർവേ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, എക്സ്പെരിമെന്റൽ, ഹിസ്റ്റോറിക്, കമ്പാരിറ്റീവ്. 6 തരത്തിലാണ് റിസർച്ച് മെത്തേഡിനനുസരിച്ചിട്ട് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് സർവേ ആണ്. സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലാർജ് പോപ്പുലേഷനെ കണക്കാക്കുന്നു. ഇപ്പൊ നമ്മളൊരു ഏരിയ തന്നെ മൊത്തം എടുത്തിട്ട് നമ്മൾ എന്താണ് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം വെച്ചാല് ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് നമുക്ക് കവർ ചെയ്യാവുന്ന ഒരു സ്പേസിലെ ആൾക്കാരെ കണ്ടിട്ടോ, അവിടുത്തെ ഇപ്പൊ നമ്മൾ ടീനേജേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് അവരെ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഓൾഡ് ഏജ് പീപ്പിളിന്റെ കാര്യമാണെങ്കിൽ അവരെ കണ്ടിട്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ട്രെസ് ആണെങ്കിൽ അവരെ കണ്ടിട്ടോ, അല്ലെങ്കിൽ സാലറി ആണെങ്കിൽ അവരെ കണ്ടിട്ടോ, അല്ലെങ്കിൽ വർക്കിന് എൻവിയോൺമെന്റ് അതിനെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടൊക്കെ നമ്മൾ ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റഡി നമ്മൾ എടുത്തു. ഇപ്പൊ ഫൈനൽ ഇയറിനൊക്കെ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ സാമ്പിൾ സൈസ് മിനിമം 50 വേണം എന്നുള്ളതാണ്. നമ്മളൊരു പെർട്ടിക്കുലർ പ്രോബ്ലം സെർച്ച് ചെയ്യുമ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് എമംഗ് എംപ്ലോയീസ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എംപ്ലോയീസ്, അല്ലെങ്കിൽ കോളേജ് ടീച്ചേഴ്സ്, എന്തായിക്കോട്ടെ അതിന് നമ്മൾ മിനിമം ഒരു 50 മെമ്പർ എങ്കിലും സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് അവരുടെ അടുത്താണ് നമ്മൾ സർവേ നടത്തുക, അവർക്ക് ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്തിട്ട്. ഇറ്റ് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് റിസർച്ച്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു സർട്ടൻ കണ്ടീഷൻ. ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിംഗ് സർവേ നടത്തുകയാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സർവേ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സർവേ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു 50 ആളെങ്കിലും മിനിമം നമ്മൾ അവരുടെ സർവേയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ടോപ്പിക്കിനനുസരിച്ചിട്ട് ഒരു സാമ്പിൾ സൈസ് നമുക്ക് ഉണ്ടായിരിക്കും.
ഇനി അടുത്തത് അതിൽ ഒബ്സർവേഷൻ മെത്തേഡ് ആണ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ. ജനറലി ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെത്തേഡ് ഓഫ് സയന്റിഫിക് എൻക്വയറി. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസ് ടു. ദിസ് മെത്തേഡ് ഈസ് suitable for varieties of research purposes, study of human behavior, lifestyle, leadership and management style etc. നമ്മളൊരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നിരീക്ഷിക്കലാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവരുടെ ബിഹേവിയർ, ലൈഫ് സ്റ്റൈല്, ലീഡർഷിപ്പ്, മാനേജ്മെന്റ് സ്റ്റൈൽ എക്സെട്ര. ഇനി കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കേസ് സ്റ്റഡി എന്നുള്ള വേർഡ്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് അല്ലെ, ഇപ്പൊ ക്യാൻസർ ആണെന്ന് വെക്കൂ, അല്ലെങ്കിൽ ടീനേജേഴ്സിന്റെ ഇടയിൽ വരുന്ന എന്തെങ്കിലും അസുഖമാണെന്ന് വെക്കൂ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അസുഖമാണെന്ന് വെക്കുക, അതിനെ കുറിച്ചിട്ട് നമ്മൾ ഡെപ്ത് ആയിട്ട് ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് എ യൂണിറ്റ് ഓർ പ്രോബ്ലം under study. A case aims at studying everything about something rather than something about everything. It helps to secure a fund of information about the unit under study. നമ്മൾ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിലായിരിക്കും, ചിലപ്പോൾ ഇത് കാരണം കൊണ്ടായിരിക്കാം അത് സംഭവിക്കുന്നതെന്നറിയാം, ചില സംശയങ്ങളായിരിക്കാം. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇനി കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ മെഡിക്കൽ സയൻസിലേക്ക് മാത്രം എടുക്കണ്ട, നമ്മളൊരു അഡ്വക്കേറ്റിന്റെ ഫീൽഡിലേക്ക് കടന്നു നോക്കിയേ, ഒരു പെർട്ടിക്കുലർ ഈവന്റ് അവിടെ സംഭവിച്ചു, അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ പഴുതുകളും നമ്മൾ അന്വേഷിക്കുന്നു അല്ലെ. ഇനി അടുത്തത് എക്സ്പെരിമെന്റേഷൻ ആണ്. എക്സ്പെരിമെന്റേഷൻ ഇസ് എ റിസർച്ച് പ്രോസസ് യൂസ്ഡ് ടു ഒബ്സർവ് കോസ് ആൻഡ് എഫക്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. നമ്മൾ ഒരു കൺട്രോളബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നമ്മളത് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഒരു പരീക്ഷണം നടത്തി ഇതിന്റെ കാരണങ്ങളും അതിന്റെ എഫക്ട്സും നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് നാച്ചുറൽ ഓർ അൺകൺട്രോളബിൾ എക്സ്പെരിമെന്റ് ഓർ എ ലബോറട്ടറി എക്സ്പെരിമെന്റ് വിത്ത് മാക്സിമം കൺട്രോൾ ഓർ എ ഫീൽഡ് ഓഫ് എക്സ്പെരിമെന്റ് വിത്ത് ലെസ് കൺട്രോൾ. നമ്മൾ ഏത് മേഖലയിലാണ് പരീക്ഷണം നടത്തി വിജയിക്കാൻ സാധിക്കുന്നത് ആ മേഖലയിലെല്ലാം തന്നെ നമ്മൾ പരീക്ഷിച്ച് അതിന്റെ റിസൾട്ട് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ദ ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ പാസ്റ്റ് ഈവൻസ് അല്ലെ. നമ്മളിപ്പോ ഒരു കേസ് പഠിക്കുക, ഒരു അഡ്വക്കേറ്റ് ഒരു കേസ് പഠിക്കുക എന്ന് പറയുമ്പോൾ ആ കേസ് എങ്ങനെയാണ് അവർ പഠിക്കുന്നത്? ഇതുപോലെയുള്ള ഒരു സ്റ്റോറി സക്സസീവ് ആയിട്ടുള്ള ഒരാളുടെ മെത്തേഡ് യൂസ് ചെയ്യുന്നു, അതിൽ നമ്മുടേതായ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, ആ കാര്യത്തിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നു പാസ്റ്റ് ഈവൻസിനെ ബേസ് ചെയ്തുകൊണ്ട്. അതിനെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഹിസ്റ്ററി എങ്ങനെയാ പഠിക്കുന്നത്? പാസ്റ്റ്, നമ്മൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ പാസ്റ്റ് ഈവൻസ് വെച്ചുകൊണ്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിനുശേഷം ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് us to know the past trend in order to understand the present and plan for future. അപ്പൊ പാസ്റ്റിലെ കാര്യങ്ങള് പ്രസന്റിലേക്ക് വേണ്ടിയും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയും പ്ലാൻ ചെയ്യുന്നു പാസ്റ്റിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട്. ഓക്കെ, ഇനി കമ്പാരിറ്റീവ് മെത്തേഡ് ആണ്. കമ്പാരിറ്റീവ് മെത്തേഡ് ഈസ് കോൾഡ് evolutionary method or generic method. It helps to trace and establish the origin and development of human being, their institution, their custom, their innovation and various stages of other evolution. ഇപ്പൊ നമ്മളൊരു മനുഷ്യന്റെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ എന്തായിരുന്നു മനുഷ്യൻ അല്ലെ. ഇപ്പൊ നമ്മൾ ചില ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ യോദ്ധ എന്നുള്ള ഫിലിമിനൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അവിടുത്തെ കഥാപാത്രം, ആ സ്ത്രീ കഥാപാത്രം പഠിക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു, അവരുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, അവരുടെ ആചാരങ്ങൾ എന്താണ്, അനുഷ്ഠാനങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അപ്പോ ഡാർവിൻസ് ഫേമസ് വർക്ക് ഒറിജിൻ ഓഫ് സ്പൈസസ് ഇസ് ദ classic application of evolutionary method in comparative anatomy. അപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മനുഷ്യന്റെ അനാട്ടമി അല്ലെ, മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ച് ഒറിജിൻ ഓഫ് സ്പൈസസ് എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് ഈ ഇപ്പൊ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചും അതിന്റെ പരിണാമമായി ഈ രീതിയിലേക്കായി വന്ന ആ കാലഘട്ടത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായി താരതമ്യം ചെയ്ത് പഠിക്കുകയാണ്. അന്നത്തെ ആ സിറ്റുവേഷനും ഇന്നത്തെ സിറ്റുവേഷനും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് മെത്തേഡ്, ആ മെത്തേഡും